ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഗിരിപ്രഭാഷണത്തിലെ 6-ാമത്തെ ഭാഗ്യവർണ്ണനയാണിത്. നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും ആകുന്നുവെന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അർത്ഥാൽ സർവ്വമനുഷ്യരും ശുദ്ധിയില്ലാത്ത ഹൃദയത്തിനുടമകളും നിർഭാഗ്യവാന്മാരും ആകുന്നു. എന്താണ് മനുഷ്യഹൃദയത്തിൻ്റെ ഈ തകർച്ചയ്ക്ക് കാരണം? ഭൂമിയും അതിലുള്ള സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവം താൻ സൃഷ്ടിച്ച സകലത്തെയും വാഴുവാൻ തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചു. ആത്മാവ്, പ്രാണൻ, ദേഹം എന്ന ത്രിവിധ അടിസ്ഥാന സ്വഭാവമുള്ളവനാണ് മനുഷ്യൻ. അവൻ്റെ പ്രാണനും ദേഹവും അവൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലും അവൻ്റെ ആത്മാവ് സൃഷ്ടികർത്താവായ ദൈവത്തോടുള്ള കൂട്ടായ്മയിലുമാണ് കഴിഞ്ഞിരുന്നത്. ആദാമും ആയുള്ള ദൈവിക ഉടമ്പടിയിൽ അവൻ്റെ അനുസരണം ആവശ്യപ്പെട്ടിരുന്നു. അനുസരണക്കേടിൻ്റെ ശിക്ഷ മരണമായിരുന്നു. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. ആദാം ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിച്ചു, ദൈവത്തോട് വിശ്വാസപാതകം ചെയ്തു. പാപം അവൻ്റെ സ്വരൂപത്തെ വികൃതമാക്കി. ഇപ്രകാരം ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപം ചെയ്ത മാത്രയിൽ തന്നെ അവരിലുണ്ടായിരുന്ന ദൈവിക തേജസ് നഷ്ടപ്പെട്ടു. ഇരുവരും നഗ്നരായി അരയാടയുടെ ആവശ്യം വന്നു. തെറ്റു ചെയ്ത ഭയത്താൽ ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചു. കരുണാമയനായ ദൈവം മനുഷ്യനെ തേടി വന്നു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ആ ചോദ്യം ഇന്നും പ്രപഞ്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. മരണം വേർപെടലാണ്. ദൈവിക കൽപ്പന ലംഘിച്ച് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ വൃക്ഷത്തിന് ഫലം തിന്ന മാത്രയിൽ തന്നെ അവനിലെ ദൈവിക സ്വരൂപം വികൃതമായി ദൈവിക കൂട്ടായ്മയിൽ നിന്നും വേർപെട്ടു. തുടർന്ന് ശാപഗ്രസ്തമായ ഭൂമിയിൽ ശാപത്തിനടിമയായി മുഖത്തെ വിയർപ്പോടെ ഉപജീവനം കഴിച്ചു. 930-ാം വയസ്സിൽ തൻ്റെ മക്കളോടും ഈ ലോകത്തോടും വേർപെട്ടു തന്നെ എടുത്തിരുന്ന പൊടിയിൽ ചേർക്കപ്പെട്ടു. പാപം തൻ്റെ മുഴുവൻ ആളത്വത്തെയും തൻ്റെ അധീനതയിൽ ആക്കി അവനിൽ വാണു. സൃഷ്ടിദ്രവത്വത്തിന് അടിമയായി. നല്ലതിനെ സംഗ്രഹിച്ച് തൻ്റെ പ്രാണനെയും ദേഹത്തെയും നിയന്ത്രിക്കേണ്ട ഹൃദയം ദുഷ്ടത സംഗ്രഹിച്ച് തൻ്റെ പ്രാണനെയും ദേഹത്തെയും നിത്യമരണത്തിനായി ഒറ്റിക്കൊടുക്കുന്നു എന്നത് എത്ര ഭയാനകമായ വീഴ്ചയാണ്! മനുഷ്യസ്വരൂപം വികൃതമായതിനാൽ സംഭവിച്ച ഈ വീഴ്ചയുടെ ആഴം ആർക്കാണ് പൂർണ്ണമായും ഗ്രഹിക്കാൻ കഴിയുന്നത്? സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് എന്ന് ദൈവവചനം പറയുന്നു. കാലസമ്പൂർണതയിൽ ശാപഗ്രസ്തമായ മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പിനായി ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്ന വചനം ജഡമായി സ്ത്രീയുടെ സന്തതിയായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഒരിക്കൽ പീലിപ്പോസ് യേശുവിനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ കാണുക എന്ന് പറഞ്ഞാൽ അവനെ അറിയേണ്ടവണ്ണം അറിയുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇസ്രയേൽ ദേശത്ത് അനേകർ ആ കാലഘട്ടത്തിൽ യേശുവിനെ കണ്ടിരുന്നു. എന്നാൽ അവരിൽ ബഹുഭൂരിപക്ഷവും യേശുവിനെ അറിയേണ്ടവണ്ണം അറിഞ്ഞിരുന്നില്ല. അവർ എല്ലാവരും അവനെ വിട്ടുപോയി. എന്നാൽ അവനെ അറിയേണ്ടവണ്ണം അറിഞ്ഞ ശിഷ്യന്മാർ അവൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവനെ വിട്ടുപിരിയാതെ അന്ത്യത്തോളം അവനെ അനുഗമിച്ചു. സർവ്വമനുഷ്യരും ഭയത്തിനടിമകളാണ്. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണുപോയ മനുഷ്യരോടുള്ള ആ സ്നേഹം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകി പിതാവ് വെളിപ്പെടുത്തി. പുത്രൻ തൻ്റെ അവസാന തുള്ളി രക്തവും കാൽവരിയിൽ ഒഴുക്കി ആ സ്നേഹം നമുക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചു. ക്രൂശിലേക്ക് നോക്കി ദൈവസ്നേഹത്തിൻ്റെ ആഴം ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തോടുള്ള നമ്മുടെ ഭയം മാറും.
ആ ഭയം മാറുമ്പോൾ ദൈവത്തിൻ്റെ കൃപാസനത്തോട് അടുത്തു വരുവാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കും. കൃപാസനത്തോട് അടുത്തു വരുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ അകൽച്ച മാറും. പാപത്താൽ വികൃതമാക്കപ്പെട്ട നമ്മുടെ സ്വരൂപത്തെ അവൻ പുതുക്കിപ്പണിയും. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കപ്പെടും. അപ്രകാരം ഹൃദയം ശുദ്ധമാക്കപ്പെട്ടവർ ദൈവമക്കളായിത്തീരുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും.